മലയാള സിനിമ മഹത്വമാർജിച്ചത് അത് മണ്ണിനോടും മനസ്സിനോടും മാനവികതയോടും മതനിരപേക്ഷ ജീവിതക്രമത്തോടും ചേർന്നു നിന്നുകൊണ്ടാണ്. ആടിത്തറക്ക് നേർക്കാണ് ആക്രമണമുണ്ടാകുന്നത്. ദേശീയ അവാർഡിന് അർഹമായ ഈ ചിത്രം വ്യാജ നിർമ്മിതികൾ കൊണ്ട് കേരളത്തെ മോശമായി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. ലോകമാകെ അറിയപ്പെടുന്ന കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യം ഓരോ ഘട്ടത്തിലും കൂടുതൽ തെളിഞ്ഞു വരുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. അങ്ങനൊരു ഘട്ടത്തിലാണ് അതിനെ വക്രീകരിച്ച് അവതരിപ്പിക്കുകയും പരസ്പര സ്പർദ്ധ വളർത്തുന്നതിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഇത്തരം പ്രവണതകൾ തീർച്ചയായും ചലച്ചിത്ര ഇടങ്ങളിൽ ചർച്ച ചെയ്യപ്പെടണം. കേരളത്തിൽ നിന്നുള്ള ശ്രേഷ്ഠരായ ചില കലാകാരന്മാരും കലാകാരികളും ദേശീയ അവാർഡുകളിലൂടെ അംഗീകരിക്കപ്പെട്ടു എന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ്. അവരെ അഭിനന്ദിക്കാനും ഈ അവസരം വിനിയോഗിക്കട്ടെ. അതോടൊപ്പം കേരള ചലച്ചിത്ര രംഗത്തിന് അർഹമായ തോതിലുള്ള അംഗീകാരം ലഭിച്ചില്ല എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതും ഈ കോൺക്ലേവിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചലച്ചിത്ര രംഗത്ത് ധാരാളം സംഘടനകൾ ഇപ്പോഴുണ്ട്. സ്വാഭാവികമായും നേതൃതല മത്സരങ്ങളും ഉണ്ടാവും. ഈ ഇൻഡസ്ട്രി നിലനിന്നാലേ തങ്ങളുള്ളൂ എന്ന ബോധത്തോടെ ഈഗോ മാറ്റിവെച്ച് പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി എല്ലാവരും പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. മലയാള ചലച്ചിത്ര മേഖലയുടെ വികസനത്തിനായി സർക്കാർ തലത്തിൽ വിവിധ ഇടപെടലുകൾ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ആദ്യ ഇടപെടലുണ്ടാവുന്നത് 1967 EMS സർക്കാരിൻ്റെ കാലത്താണ്. ചലച്ചിത്ര വ്യവസായത്തിൻ്റെ വളർച്ചയെ എന്തും കലാത്മകമാവുക. ഇക്കാര്യം ചലച്ചിത്ര സംവിധായകർ ഓർമ്മ വെക്കുന്നത് നന്നാകുമെന്നാണ് തോന്നുന്നത്. അതിഭീകര വയലൻസിൻ്റെ ദൃശ്യങ്ങൾ കുഞ്ഞുങ്ങളുടെ മനോഘടനയെപ്പോലും വികലമാക്കുമെന്ന് പലരും ഭയപ്പെടുന്നു. മയക്കുമരുന്നിനെയും രാസലഹരിയെയും മഹത്വവൽക്കരിക്കുന്ന ചിത്രങ്ങൾ കൂടുതലായി ഉണ്ടാവുന്നതായി കരുതുന്നവരുണ്ട്. ഇതും ശ്രദ്ധിക്കേണ്ടതാണെന്ന് തോന്നുന്നു. മയക്കുമരുന്ന് ഉപയോഗം പ്രചരിപ്പിക്കുന്നതിന് തുല്യമായ സർക്കാർ ഇക്കാര്യത്തിൽ ദൃഢയുക്തതയോടെ തന്നെ ഇടപെടുകയാണ്. ചലച്ചിത്ര കലാരംഗത്തുള്ളവർ മാതൃക സൃഷ്ടിക്കും വിധം ഈ രംഗത്ത് പൂർണ്ണമായും സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകരും സർക്കാർ പ്രതിനിധികളും വിഷയവിദഗ്ധരും പങ്കെടുക്കുന്ന ഈ ദ്വിദിന കോൺക്ലേവ് നൂതനമായ ആശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവതരിപ്പിക്കാനുള്ള ഒരു തുറന്ന സംവാദവേദി കൂടിയായിരിക്കും എന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ കോൺക്ലേവിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള ഫിലിം പോളിസി കോൺക്ലേവിൻ്റെ ഉദ്ഘാടന പ്രഭാഷണം നിർവഹിച്ചു കഴിഞ്ഞു. പ്രതീകാത്മകമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഏതൊരു സിനിമയുടെയും ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് ക്ലാബ് ബോർഡ് അടിച്ചു. അദ്ദേഹത്തിന് ഈ ക്ലാബ് ബോർഡ് നൽകുന്നത് KSFDC ബോർഡ് മെമ്പറും 2 തവണ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടിയുമായ ശ്രീമതി നവ്യ നായരാണ്. ശ്രീമതി നവ്യ നായർ is handing over a club board which our Honorable Chief Minister will use to ceremoniously inaugurate the Kerala Film Policy Conclave. Thank you.